ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രകാന്ത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SLC ഹിന്ദിയുടെ ഒരു പുതിയ പാഠമാണ്. അതായത് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വീഡിയോസ് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട്. അപ്പോൾ നാളെ നടക്കുന്ന SLC ഹിന്ദിയിൽ ഏകദേശം നമ്മൾ 4 ചാപ്റ്ററോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് അഞ്ചാമത്തേതാണ്. വൈറ്റ് ക്യാബ് എന്നാണ് പേര്. ലോക് ബാബു എഴുതിയൊരു കഹാനിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിൻ്റെതാണ് വൈറ്റ് ക്യാപ്പ്. ആ പാഠത്തിന്റെ പേര് തന്നെ നോക്കുക, എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ജസ്റ്റ് നോക്കി വെക്കുക. കാരണം വൈറ്റ് ക്യാപ്പ് എന്നാണ് പാഠത്തിന്റെ പേര്. എന്താണ് ആ വായുടെ പകുതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ആ വൈറ്റ് ക്യാപ്പ്. ഓക്കെ, ഇനി ഇത് എഴുതിയത് ലോക് ബാബു ആണ്. ഓക്കെ, ഇപ്പൊ രചയിതാക്ക നാം എന്ന് പറയുന്നത് ലോക് ബാബു എന്നാണ്. ഓക്കെ, ഇനി അടുത്തതാണ് സ്മിതാക്കി രചന. ഏത് കാറ്റഗറിയിൽ വരുന്ന രചനയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു കഹാനിയാണ്. അപ്പൊ 3 കാര്യങ്ങൾ തന്നെ ആദ്യം മനസ്സിലാക്കി വെക്കുക. വൈറ്റ് ക്യാപ്പ് എഴുതിയത് ലോക് ബാബു, അതുപോലെ തന്നെ ഇതൊരു കഹാനിയാണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റ് കൊണ്ടാണ് റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോവില്ല. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ എൻ്റെ മെയിൻ പോയിന്റ്സ് മാത്രമായിരിക്കും നമ്മൾ പറഞ്ഞു പോവുക. ഓക്കെ, ഇനി ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ക്യാരക്ടറാണ് കേശവ് എന്ന് പറയുന്ന കുട്ടി. ആ കാര്യം കൂടി ഒന്ന് പുറത്തുകൊള്ളുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുവാണെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷനിൽ എന്താണ് നിർമ്മാണം നടക്കുന്ന കുറച്ച് ബിൽഡിങ്ങുകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. യഹാൻ ഷഹർ കെ വികാസ് और मजदूरों के जीवन के बीच की पहुंची स्थिति. അതായത് പട്ടണത്തിലെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ തൊഴിലാളികളുടെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ള ആ രീതിയിലുള്ള ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പാരഗ്രാഫാണ് ആദ്യത്തേത്. അതായത് ഈ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ എന്താണ് അതിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളിലാണ് ഫസ്റ്റ് ഇതിലുള്ളത്. അപ്പൊ ഇതിനകത്ത് അടുത്ത് എന്ന് പറഞ്ഞാൽ മസ്തൂർ പരിവാർ. അപ്പൊ ഈ കേശവിന്റെ ഫാമിലി എന്താണ് ഇതുപോലെ തന്നെ അവന്റെ പാരന്റ്സും ഈ ജോലിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവരെന്താണ് ഒരു ഗ്രാമത്തിൽ നിന്ന് ഈ പട്ടണത്തിലെത്തിയതാണ് ഈ ബിൽഡിങ്ങിൽ പണിക്കായിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണുന്ന ബിൽഡിങ് നിർമ്മിക്കുന്ന ജോലിയാണ് കേശവിന്റെ അച്ഛനും അമ്മയും. അതാണ് ഇവരുടെ ജോലി. ഓക്കെ, അപ്പൊ അവരെന്താണ് ഗ്രാമത്തിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിയത്. ഇനി അവിടെ ഒരു 1 വേർഡിന് ചാൻസ് ഉണ്ട്. ഏത് ജില്ലയിൽ നിന്നാണ്? ബേമേത്ര ജില്ലയിൽ നിന്നാണ് ഈ ഗ്രാമത്തിൽ അവർ എത്തിയത്. ഓക്കെ, ഇനി കേശവിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. കേശവ് 8 साल का छोटा सा नाटा सा काबला सा लड़का था. അപ്പൊ ക്യാരക്ടേഴ്സ് ഒക്കെ എഴുതുവാണെങ്കിൽ ആ പോയിന്റ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇനിയാണ് നമ്മുടെ ആ ഒരു സ്റ്റോറിയിലെ ഭാഗങ്ങൾ തുടങ്ങുന്നത്. അതായത് ഫെബ്രുവരി മാസത്തില് എക്സാം കഴിഞ്ഞ്, അതായത് 3ാം ക്ലാസ് എക്സാം കഴിഞ്ഞിട്ടാണ് P3 പരീക്ഷ എന്ന് കൊടുത്തിട്ടുണ്ട്. 3ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ കഴിഞ്ഞിട്ട് കേശവ് തന്റെ മുത്തച്ഛന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്റെ പാരന്റ്സിന്റെ അടുത്ത് പോകണം, അച്ഛൻ്റെ അമ്മേനും കാണാൻ പട്ടണത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവസാനം എന്താണ് ഈ ദാദാജി ഇവനെ എന്ത് ചെയ്യുന്നു, പട്ടണത്തിൽ കൊണ്ടുപോയി ആക്കുന്നു. അതാണ് ഫസ്റ്റ് പോർഷൻസിലുള്ളത്. ഇനി അടുത്ത പേജിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ കേശവ് ഈ ഒരു പട്ടണത്തിൽ എത്തിയെങ്കിലും കാരണം ഇവന്റെ പാരന്റ്സ് ജോലിക്ക് തന്നെ എന്ത് ചെയ്യണം, ഈ ഡയറിയമേ അതായത് ഈ ചെറിയ ടെന്റിൽ അവൻ എന്താണ് തനിയെ സമയം ചെലവഴിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണ് കേശവ് പേടിയൊക്കെ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങി. അപ്പോൾ അടുത്തുള്ള കോളനികളിലൂടെ റോഡിലൂടെ ഒക്കെ വെറുതെ അവൻ നടക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നവൻ കാണുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നുകൊണ്ട് നീം കെ പേട്. ഓക്കെ, നീം കെ പേട് എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് എന്ത് ചെയ്യുന്നു, ഇവര് ക്രിക്കറ്റ് കളിക്കുന്ന കാണുന്നു. ഓക്കെ, അപ്പൊ എന്താണ് പിന്നീട് ദിവസവും ഇവന് ഇത് തന്നെ ചെയ്യാൻ തുടങ്ങി. കാരണം മറ്റൊന്നും ചെയ്യാനില്ല, ഇവിടെ ദിവസവും വരും അവരുടെ ക്രിക്കറ്റ് മാച്ച് ഒക്കെ കാണും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഈ ആൺകുട്ടി ബാക്കി അതായത് ക്രിക്കറ്റ് കളിക്കുന്നവരെന്താണ് അവനെ ആ മാച്ചിൽ ഇൻക്ലൂഡ് ചെയ്തൊന്നുമില്ല. പക്ഷെ അവനെ കളിയാക്കാനായിട്ട് തുടങ്ങി. അതായത് അവരിപ്പം മാച്ചിൽ ഔട്ട് ആവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇവന്റെ തലയിൽ വന്നിട്ട് എന്ത് ചെയ്യും, തബല പോലെ അടിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇവനെ കളിയാക്കും. അതുപോലെ തന്നെ അവർക്ക് ട്രോളാനുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറി കേശവ്. പക്ഷെ അവൻ എന്ത് ചെയ്യും, ഇതൊക്കെ ചെയ്താൽ അവൻ ഇത് തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താണ് കേശവ് അവിടെ ബോൾ വിറക്കാനായിട്ട് അവന് നിർത്തി. അതായത് എന്താണ് അവരെ മാച്ചിനെ സംബന്ധിച്ച് കേശവും കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി. കാരണം അവര് കേശവിന് ഉപയോഗിക്കുന്ന ബോൾ എടുത്തുകൊണ്ട് വരാനും അതുപോലെ തന്നെ എന്താണ് ഏതെങ്കിലും കുട്ടി താമസിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വീട്ടിൽ നിന്ന് വിളിക്കാനുമാണ്. അപ്പൊ ആ ഒരു പോർഷനിൽ നമുക്ക് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്.
ഒരാഴ്ച എന്താണ് കേശവ് ഒരു കുട്ടീനെ വിളിക്കാൻ ചെല്ലുവാണ് അവന്റെ വീട്ടില്. ഗുല്ലു എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പം അവന്റെ ഗുല്ലുവിന്റെ അമ്മ പറയുന്നതാണ്, ഗുല്ലു ആജ് ഖേൽനെ നെക്കി ജായേഗ പടായി കരേഗ തും ഭാഗോ യഹാ സെ. എന്താണ് പറയുന്നത്, ഗുല്ലു ഇന്ന് കളിക്കാനായിട്ട് വരുന്നില്ല, അവൻ ഇന്ന് പഠിക്കാനുണ്ട്, നീ ഇവിടെ നിന്ന് ഓടിപ്പോകും. ഈ ഒരു സിറ്റുവേഷനെ വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പട്കഥ, കോൺവെർസേഷൻ, ഇതൊക്കെ പല മോഡൽ ക്വസ്റ്റ്യൻസിനെ കണ്ടിട്ടുണ്ട്, എക്സാമിന് ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അത് നോക്കിക്കോണം ശരിക്കും ഈ ഒരു പോർഷനിൽ നിന്നാണ്. കാരണം എന്താണ്, കേശവ് ഗുല്ലുവിനെ വിളിക്കാനായിട്ട് അവന്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പൊ അവന്റെ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. ഓക്കെ, അപ്പൊ എന്താണ്, കേശവിന് ഗുല്ലുവിന് പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് അമ്മ കേശവിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് കേശവിന് മെയിൻ ആയിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തിനായിരുന്നു, ബോൾ എടുത്തുകൊണ്ടുവരാൻ. അവന് കൊടുത്തിരുന്ന ഡ്യൂട്ടി ഏതാണ്, എവിടെയെങ്കിലും ദൂരെ ബിൽഡിങ്ങിലോ അതുപോലെ തന്നെ ഗംഭീനാല് അഴുത്തിയ സ്ഥലങ്ങളിലേക്ക് ബോൾ പോകുന്നത് എടുത്തുകൊണ്ട് വരാനുള്ള ഉത്തരവാദിത്വം കേശവിനാണ് കൊടുത്തിരുന്നത്. അവനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്താണ്, അവനെ മാച്ചിലൊന്നും കൂട്ടിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവനെന്ത് ചെയ്യും, ഇവർ ബോൾ എങ്ങോട്ട് എടുത്തു വിട്ടാൽ അവൻ പോയി എടുത്തുകൊണ്ടൊക്കെ വരും. ഇനി അത് നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഓക്കെ, പിന്നീട് ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കേശവ് തന്റെ പാരന്റ്സിന്റെ അടുത്ത് പറയുന്നതാണ്, മാതാപിതാക്കൾ. അതും പട്കഥയായിട്ടും അതുപോലെ തന്നെ കോൺവെർസേഷൻ ആയിട്ടും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. ഇനി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. जब तू अच्छे नंबर से 5वीं पास कर लेगा तो एक बॉल खरीद ही देंगे. അതായത് ഇവൻ പാരന്റ്സിന്റെ അടുത്ത് ബാറ്റും ബോളും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി അവരുടെ അടുത്ത് ചാട്യം പിടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞ കാര്യമാണെങ്കിൽ നല്ല നമ്പറിൽ 5ാം ക്ലാസ് പാസ്സാവുകയാണ്, നല്ല മാർക്കോട് കൂടി 5ാം ക്ലാസ് പാസ്സാവുകയാണെങ്കിൽ ഒരു ബോൾ വാങ്ങിത്തരാമെന്ന് പറയുകയാണ്. അപ്പൊ അല്ല, മീൻസ് ബാറ്റോ എന്ന് ചോദിക്കുന്നത് എന്താണ്, അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് അവന്റെ പാരന്റ്സ് പറയുന്നത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ഇതിനകത്ത് ഉണ്ട്. ഇവൻ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് എന്താണ്, അവൻ ക്രിക്കറ്റ് കളിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. ഒരു ചെറിയ കുട്ടിയുടെ ആഗ്രഹങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ഇത്രയൊക്കെ പോയിന്റ്സുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി അടുത്താണ് കോളനിക്ക് ലഡ്കോനെ ഹോളിക്ക് നാമത്തെ മൊഹല്ലേമെ ചന്താക്കിയ. അതായത് ഈ കോളനിയിൽ, അതായത് ഈ ആൺകുട്ടികൾ, ക്രിക്കറ്റ് കളിക്കുന്ന ആൺകുട്ടികൾ എന്താണ്, ഹോളി വന്ന സമയത്ത് ഹോളിക്ക് നാം എന്ന് വെച്ചാൽ ഹോളിയുടെ പേരിൽ മൊഹല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരുവിൽ നിന്ന് ചന്താക്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ പിരിക്കുക. ഓക്കെ, ഹോളിയുടെ പേരിൽ എന്ത് ചെയ്യുന്നു, പൈസ, നമ്മൾ കരോട് പാടി പൈസ പിരിക്കുന്ന പോലെ ഹോളിയുടെ പേരിൽ എന്താണ് അവിടെ പൈസ പിരിച്ചു. ഓക്കെ, അപ്പൊ പിന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പോക്കറ്റ് മണിയൊക്കെ ഞങ്ങളെ കൂട്ടി അവർ പട്ടണത്തിൽ പോയിട്ട് പുതിയ ക്രിക്കറ്റ് സാധനങ്ങൾ, ക്രിക്കറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി. അതിന്റെ കൂടെ എന്താണ്, ഒരു ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രോഫി പോലെ കൊടുക്കാനുള്ള ഒരു ഫീൽഡ് വാങ്ങി. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അവര് വാങ്ങി. ഇനി അടുത്ത എന്താണ്, 4 ദിനോന്തൽ ചലനെ വാലെ, അതായത് 4 ദിവസം നടക്കുന്ന ഒരു ടെസ്റ്റ് മാച്ചാണ് അവര് പ്ലാൻ ചെയ്ത്. അതിൽ ജയിക്കുന്ന ടീമിന് എന്താണ് ആ ഫീൽഡ് കൊടുത്തു എന്ന രീതിയിലൊക്കെ അവര് പ്ലാൻ ചെയ്തു. എന്നിട്ട് എന്താണ്, കുട്ടികളെ 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. ഓക്കെ, പക്ഷെ എന്താണ്, കേശവിനെ അവർ ഒരു ടീമിൽ കൂട്ടിയില്ല. അപ്പൊ എന്താണ്, ഇവര് മാച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിനിടയ്ക്ക് ഒരു ബാറ്റ്സ്മാൻ എന്ത് ചെയ്തു, ഒരു 6 അടിച്ചു. ചക്ക മാറണമെന്ന് വെച്ചാൽ 6 അടിക്കുക എന്നാണ്. അപ്പൊ ആ ബോൾ പോയിട്ട് ഈ ബിൽഡിങ്ങിന്റെ 3ാമത്തെ നിലയിലാണ് ചെന്ന് വീണത്. ഓക്കെ, 3ാമത്തെ നിലയുടെ ടെറസിലാണ് ചെന്ന് വീണത്. അപ്പൊ ആ ആൺകുട്ടികളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ബോളായിരുന്നു. അപ്പോൾ അതിന്റെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ, കാരണം നിർമ്മാണം നടക്കുന്ന ബിൽഡിംഗ് ആയതുകൊണ്ട് അതിന്റെ മുകളിലേക്ക് കയറിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരു ആടിക്കൊണ്ടിരിക്കുന്ന ചെറിയ പാലം പോലെ ഒരു സംഭവത്തിലൂടെ കയറി പോകണം. ഓക്കെ, അപ്പൊ ഈ ബോൾ എടുത്തുകൊണ്ട് വരാൻ എന്താണ്, ആരും തന്നെ തയ്യാറായില്ല. ആ ബോൾ അടിച്ചു വിട്ട കുട്ടിയുടെ പേര് മനോജ് എന്നാണ്. എല്ലാരും എന്ത് പറഞ്ഞു, മനോജിന്റെ തെറ്റാണ്, കാരണം ഇത്രയും ശക്തിയിൽ ബോൾ അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇതിൽ നിന്നും പട്കഥയോ ബാക്കിയൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 9:40. ഇപ്പൊ എന്താണ്, ആ ആൺകുട്ടികളൊക്കെ തന്നെ ബോൾ പോയതുകൊണ്ട് നിരാശരായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് എന്താണ്, ആ ബോൾ വന്ന് വീണു. കാരണം ഇവർ നോക്കിയപ്പോൾ എന്താണ്, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കേശവ് തിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവനാണ് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ പോയിട്ട് ആ ബോൾ എടുത്ത് താഴേക്ക് എറിഞ്ഞത്.
ഓക്കെ, ബാക്കി ആരും തന്നെ അതിന് തയ്യാറായില്ല. പക്ഷെ അവൻ പോയി, ഇവർ പറയാതെ തന്നെ അവൻ പോയിട്ട് എന്താണ് ആ ബോൾ എടുത്തുകൊണ്ട് വന്നു. അപ്പൊ അവരെന്താണ് ഈ ബോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരവരുടെ മാച്ച് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ അവർ കേശവനെ കുറിച്ച് പിന്നീട് അവർ ചിന്തിച്ചില്ല. കാരണം ഇതിന്റെ മോളിൽ കയറി താഴെ ഇറങ്ങണം. ഓക്കെ, അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല. പിന്നീട് അവരെന്ത് ചെയ്തു, ബോൾ അടിച്ചു വിട്ടു. അങ്ങനെ ഒരു പ്രാവശ്യം ബോൾ ചാടി അല്ലെങ്കിൽ കുറ്റിക്കാടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അവർ കേശവനെ കുറിച്ച് ഓർത്തത്. ഓക്കെ, അന്നേരമാണ് അവർ ഓർക്കുന്നത് എന്ത്, അവൻ ഈ ടെറസിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയാർന്നോ എന്ന് അവർക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അവർ ആ ബിൽഡിങ്ങിന്റെ പുറകിൽ അവർ ചെന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്, അവൻ അവിടെ വീണ് കിടക്കുകയാണ്. വീണ കാരണം അവന് പരിക്കും പറ്റി. അപ്പൊ ആൺകുട്ടികളെ ഓടി ചെന്നിട്ട് എന്ത് ചെയ്തു, വാട്ടർ ബാഗ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ കാലിനും കൈയും ഒടിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ പേടിച്ചു പോയ പെൺകുട്ടികൾ ആദ്യം റോഡിന്റെ അങ്ങോട്ടൊക്കെ ഓടിയിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് കേശവന്റെ പാരന്റ്സും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കേശവ് നല്ല രീതിയിൽ കരയുന്നുണ്ട്. അപ്പൊ കിട്ടിയ ഒരു ഓട്ടോയിൽ അവനെ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ഇതാണ് ആ ഒരു പോർഷൻസ്. അപ്പൊ അവൻ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ എടുക്കാൻ പോയി കഴിഞ്ഞപ്പം ബോളിന് കേശവ് ബോൾ താഴേക്ക് ഇട്ടു. പക്ഷെ പിന്നീട് എന്താണ് ഈ ആൺകുട്ടികൾ കേശവനെ കുറിച്ച് ചിന്തിക്കുന്നതില്ല. അതൊക്കെയാണ് പറ്റിയത്. അതുകൊണ്ട് ഇവൻ താഴെ ഇറങ്ങിയില്ല എന്ന് അവർ അറിയുന്നില്ല. പിന്നീട് ബോൾ എടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ നോക്കുമ്പോൾ താഴെ വീണ് കിടക്കുകയാണ്. പിന്നീട് അവരെന്താണ് ഈ കേശവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവർ പോകുന്നില്ല. അങ്ങനെ ഒരു ദിവസം ലാസ്റ്റ് അവർ പോകാൻ തയ്യാറായപ്പോഴാണ് എന്താണ് കേശവനെയും കൊണ്ട് ഒരു ഓട്ടോ വന്നിട്ട് അവരുടെ മുന്നില് നിൽക്കുന്നത്. അപ്പൊ അവരെ അടുത്ത് പോയിട്ട് പിന്നെ കേശവന്റെ അടുത്ത് കേശവന്റെ പാരന്റ്സിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ട്. ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രം നോക്കി പോകുന്നതാണ്. ഈ കുട്ടികളും വിചാരിക്കുന്നുണ്ട് എന്താണ് ഇതിന് ഈ ഒരു അവസ്ഥയിലാവാൻ കാരണം ഞങ്ങളാണെന്ന് അവര് വിചാരിക്കുന്നുണ്ട്. അപ്പൊ കേശവന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അങ്കിൾ കേശവ് കഴിക്കാതെ ആന്റി ഡോക്ടർ ക്യാ പോലെ. അപ്പൊ ഇതിൽ നിന്നും ഞാൻ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അവരങ്ങനെ കേശവൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ പാരന്റ്സിന്റെ അടുത്ത് ചോദിക്കുന്നു. ഓക്കെ, ഇനി അവര് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അവനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ अब जब तुम लौटोगे കേശവ്, ഇനി നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത്, ഇപ്പോൾ ഹമാരി ടീം സെ ഖേൽന, ഞങ്ങളുടെ ടീമിൽ നിന്ന് കളിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് കേശവന് അങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. അവന് മാച്ചിൽ കൂട്ടാമെന്ന് ഓഫർ കൊടുക്കുന്നുണ്ട്. പിന്നെ ലട്കോനെ അപ്പനെ ഹാത്തോം കാ ബല്ല പാഡ് സ്റ്റംബോൾ ഓർ വോ ഷീൽഡ്, ഇതൊക്കെ എന്താണ് കേശവന്റെ ഓട്ടോയുടെ പുറകിൽ എടുത്തു വെക്കുന്നുണ്ട്. അവർ വാങ്ങിയ സാധനങ്ങളൊക്കെ കേശവന്റെ ഓട്ടോയുടെ പുറകിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്റ്റൻ പോക്കറ്റിൽ നിന്ന് വൈറ്റ് ക്യാപ്പ് എടുത്തിട്ട് അവന് നേരെ അവന്റെ തലയിലായിട്ട് വെച്ചു കൊടുത്തു. പിന്നീട് ആ ഓട്ടോ പോകാൻ നേരത്തെ എന്താണ് കേശവ് തന്റെ കൈ കൊണ്ട് ഈ വൈറ്റ് ക്യാപ്പ് ഊരി എടുത്തിട്ട് എന്താണ് പുറത്തേക്ക് അവർക്കൊരു ബായ് കൊടുക്കുന്നു, ബായ് പറയുന്നു. ഇത്രയുമാണ് ഈ പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു പാഠത്തിനകത്തുള്ളത്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റിന് വളരെയധികം ചാൻസസ് ഉള്ള ഒരു പാഠമാണ്. അതുപോലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ പഠന, അതുപോലെ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആർട്ട്, ഈ രീതിയിൽ മാത്സ് ഫോളോയിങ്ങിനും സാധ്യതയുള്ളൊരു പാഠമാണ്. അതുപോലെ തന്നെ പക്വത, അതിന് മിക്കവാറും നമ്മൾ പല എക്സാമിനും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് ഓരോരോ കാര്യങ്ങൾ സെന്റൻസ് ആയിട്ട് വന്നിട്ട് അത് ഓർഡറിൽ എഴുതാൻ പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ സഖി പ്രസ്താവ് കുൻകർ ലിഖെ എന്ന് പറഞ്ഞ് ചോദിക്കാം. അതുപോലെ തന്നെ സേക്കാ പ്രയോഗ്, സേക്കോക്കാ പ്രയോഗ്, ഇത് സംഭവമൊക്കെ ഇതിൽ നിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പലരുടെ ഡയറി, കേശവന്റെ ഡയറി ചോദിക്കാം. അതുപോലെ തന്നെ ആ കുട്ടികളിൽ ആരുടെയെങ്കിലും ഡയറി ചോദിക്കാൻ വേണമെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ ആ ക്യാപ്റ്റന്മാര് കേശവന് എഴുതുന്ന ഒരു ലെറ്റർ, ഇതൊക്കെ എന്താണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൽ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അനുബന്ധ കാര്യമായിട്ട് കഹാനിയുടെ എൻഡിങ് മാറ്റി എഴുതാൻ പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കുറവായിരിക്കും. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ എല്ലാം തന്നെ വരാനുള്ള ചാൻസ് ഉള്ളത്
പാഠമാണിത്. അപ്പോൾ എഴുതിയത് ലോക് ബാബു ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും പാരഗ്രാഫ്സ് ഒക്കെ എഴുതാൻ വരുമ്പോൾ, നിങ്ങൾ ഡയറിയൊക്കെ എഴുതാൻ വരുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിനകത്ത് ഉള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ദില്ലി മേ ഉന്നിന്റെ എന്ന് പറയുന്ന ഗഗൻജിന്റെ സംസ്മരണമാണ്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ഇത് ചെയ്യാനായിട്ട് നോക്കാം. സോ ഗൈസ്, നെക്സ്റ്റ് ഓക്കെ ബൈ.